ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത്. ഫ്ലൈറ്റിലാണ് കേട്ടോ പോയത്. കൊച്ചി എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. രാവിലെ തന്നെ ഒരു 10 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. 10-11 കൂടി നമ്മൾ അവിടെ എത്തിയിട്ടാ. ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തു. ഏടം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ എത്തി 12 മണിയോടെ അവിടെ എത്തി. ഞങ്ങളുടെ കസിൻസ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഹൈദരാബാദി ബിരിയാണി, പിന്നെ അവിടുത്തെ ഹൈദരാബാദി മെയിനായിട്ടായ ഗലീമും കഴിച്ചു കേട്ടോ. ഗലീം എനിക്കത്ര ഇഷ്ടമായില്ല, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് റൂമിൽ പോയി ഫ്രഷായി. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി കാണാൻ പോയി. അതൊരു രാമാനുജൻ എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. അത് കുറേ ഏരിയയിലുണ്ട്. ഒരു 106-108 അങ്ങോട്ട് ടെമ്പിൾസിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റാച്യു. ടെമ്പിൾസിൻ്റെ മുകളിലാണ് ഈ സ്റ്റാച്യു വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഗാർഡനിങ്ങും നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, കുറേ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഷോർട്സ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കണം. ഫോണും ചെരുപ്പും എല്ലാം പുറത്ത് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ആഡം ഷോർട്സ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ വന്നു. പിന്നെ അത് ശരിയാക്കിയിട്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടോ ഉള്ളിൽ. ഇതാണ് ഈ സ്റ്റാച്യു രാമാനുജൻ്റെ. അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു സ്തൂപമുണ്ട്, ഒരു ആഷ് കളറിൽ വരുന്നത്. രാത്രിയാകുമ്പോൾ അതിലേക്ക് ലൈറ്റ് ഷോ ഉണ്ട്. ഈ കാണുന്ന സ്തൂപത്തിൽ ലൈറ്റ് ഷോ വരും. അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ രാത്രി ലൈറ്റായിട്ട് വരുമ്പോഴാണ് കാണാൻ ഏറ്റവും ഭംഗി. നമുക്ക് പുറത്തുനിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റി, ലൈറ്റിൽ ഉള്ളിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ലൈറ്റും വീഡിയോസും അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ പേര് ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഈ ലൈറ്റ് ഷോ നടക്കണ ആ ഒരു സ്റ്റാച്യു കേട്ടോ. അത് നല്ല ഭംഗിയായിരുന്നു. രാത്രി ലൈറ്റിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റ് ഷോയോടൊപ്പം മറ്റേ വാട്ടർ ഷോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റും വാട്ടർ ഷോയും ഒരുമിച്ചായിരുന്നു. ഫൗണ്ടെയിൻ പോലെ വന്നിട്ട് ഇതാണ് ലൈറ്റ് ഇട്ടുള്ള വ്യൂ കേട്ടോ. ഞങ്ങൾ ഒരു 7 മണി 8 മണി ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഷോ കഴിഞ്ഞത് 7 മണിക്ക് തുടങ്ങിയത്. ലൈറ്റ് ഷോ കറക്റ്റ് 7 മണിക്ക് തുടങ്ങി. ഒരു 8 മണിയോടെ കഴിഞ്ഞു. അപ്പോൾ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഫസ്റ്റ് ഡേ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഹൈദരാബാദിലെ. ഇനി ബാക്കിയുള്ള ദിവസത്തെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.